ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇരുമ്പൻ പുളി അല്ലെങ്കിൽ ഓർക്കാപ്പുളി കൊണ്ട് അച്ചാർ തയ്യാറാക്കിയാലോ. കഥാ ഓർക്കാപ്പുളി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് ഭാഗം കട്ട് ചെയ്ത് കളയണം. ഇതുപോലെ ഇതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം. ബാക്കിയുള്ളത് ഇതുപോലെ ചെയ്തെടുക്കാം. എല്ലാതും ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് വൃത്തിയാക്കി എടുക്കാം. നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് വെള്ളം വാരാൻ വെക്കണം. വെള്ളം വാരാൻ വെച്ചിട്ടുണ്ട്. ഇത് ഓരോന്നോരോന്നായി കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. ബാക്കിയുള്ളത് ഇതുപോലെ ചെയ്തെടുക്കാം. എല്ലാതും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടി തുടങ്ങുമ്പോൾ ഉലുവ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അച്ചാർ പൊടി ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം പൊടികൾ ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഓർക്കാപ്പുളി ഇട്ട് കൊടുക്കാം. ഓർക്കാപ്പുളിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിൽ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അതാ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കുക. ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. അതാ അച്ചാർ തയ്യാറായിട്ടുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം ഒരു കുപ്പിയിലേക്ക് മാറ്റാം. ചൂടാറിയിട്ടുള്ളത് കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല അടിപൊളി അച്ചാറാണ്.